ഒരു 4000 രൂപയെ കൊടുത്ത് നമ്മുടെ CMFന്റെ വാച്ച് പ്രോ എടുക്കാനുള്ള വർത്ത് ഉണ്ടോ ഈ ഐറ്റം? ഓർ ജസ്റ്റ് ഒരു 2000 രൂപയ്ക്ക് കിട്ടുന്ന ഫയർ ബോൾട്ടിന് ഇപ്പൊ എന്റെ ഇരിക്കുന്ന സൂപ്പറിനോ എടുത്ത് ഇപ്പൊ കറക്റ്റ് 2000 രൂപ താഴെ ഉള്ളൂ. ആൻഡ് ഓർ നമ്മുടെ ബോട്ട് അതുപോലത്തെ ബാക്കി ബ്രാൻഡ്സിന്റെ നോർമൽ സ്മാർട്ട് വാച്ച് എടുത്താൽ മതി. സോ ഇത് രണ്ടുമുള്ള കമ്പാരിസൺ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിംഗ് ഓഫ് ഇതിന്റെ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ ഒരു യൂഷ്വൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് ഫീൽ ചെയ്യുക. പക്ഷെ ഡിസ്പ്ലേ ടു ബി ഫ്രാങ്ക് രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെ. നിങ്ങൾ നോക്കിയറിയാം, അതുകൊണ്ട് ഇതിന്റെ ബെസൽ നോക്കിയാൽ അറിയാം, രണ്ടിന് നല്ല രീതിയിൽ ബെസലുണ്ട്. ആൻഡ് നിങ്ങൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അറിയാം കളേഴ്സ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിയേക്കണം നമ്മുടെ CMF വാച്ച്. ദാറ്റ് മീൻസ് നല്ലൊരു വൈറ്റ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആമോലോഡ് യൂസ് ചെയ്യണ പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇത് അത്ര ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി ഒരു ഡള്ള് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഫയർ ബോൾട്ടിന്റെ. അതാണ് ഫസ്റ്റത്തെ എനിക്കൊരു വിസിബിൾ ആയിട്ട് തോന്നിയൊരു ഡിഫറൻസ് തോന്നിയൊരു ഏരിയ. ആൻഡ് നെക്സ്റ്റ് ഇതിന്റെ ഒരു UI എന്ന് പറഞ്ഞാൽ സോ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള UI ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക്. നമ്മുടെ കേട്ടോ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള UI. പിന്നെ ഒരു ആനിമേഷൻ സ്കെയിലും കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഒരു ഇത് കണ്ടോ, ആനിമേഷൻ സ്കെയിൽ ഒന്നും ഇല്ലാണ്ട് കണ്ടോ നമുക്ക് ആ ട്രാൻസിഷൻ സ്കെയിൽ ആനിമേഷൻ സ്കെയിലൊക്കെ 0 ഇട്ടിട്ടുള്ള ഒരു UI ആണ് ഇത് വന്നേക്കണേ. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഒരാൾക്ക് ഇഷ്ടപ്പെടും. ഒബ്വിയസ്ലി ഇതിന്റെ ഒരു UI ആണ് നമ്മുടെ CMF വാച്ചിന്റെ ആണ്. പിന്നെ രണ്ടിനും നോട്ടിഫിക്കേഷൻ പാനൽ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. ഉണ്ടോ, സോറി, ഓക്കെ ഉണ്ടോ, ഒരു അത്യാവശ്യം നോട്ടിഫിക്കേഷൻ പാനലൊക്കെ അത്യാവശ്യം ബേസിക് സെറ്റ് ഉള്ള ഫീച്ചേഴ്സ് ഉള്ളവർ രണ്ടും. ജസ്റ്റ് വാച്ചിട്ട് നോക്കുന്ന സമയത്ത് ടൈം കാണുന്ന ഫീച്ചർ ഉണ്ട് നമ്മുടെ ഫയർബോൾട്ട്. പക്ഷേ ഒരു സെക്കൻഡ് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഡിലേ ഉണ്ട്. ആൻഡ് ഇഫ് നമ്മുടെ നമ്മുടെ CMF ആണ് കേട്ടോ, ജസ്റ്റ് നോക്കാൻ ടൈമിൽ തന്നെ ഇച്ചിരി ഫാസ്റ്റർ ആയിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ CMF വാച്ച്. ഇനി അഡീഷണൽ ഫീച്ചർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവില്ല കണ്ടോ. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. നമുക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താലാണ് ഓഫ് ആവുള്ളൂ ഉണ്ടോ, ഡൺ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് പാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഓണായി ജസ്റ്റ് ഉണ്ടോ, പാം വെച്ച് കഴിഞ്ഞാൽ ഓഫ് ആവും. ഇനി അത് വേറെ സ്ക്രീനാണ്. സപ്പോസ് നമ്മൾ ഈ സ്ക്രീനിൽ നിൽക്കുക, ഏതെങ്കിലും സ്ക്രീനിൽ നിൽക്കാന്ന് വെച്ചോ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ രണ്ടിനും അത്യാവശ്യം ബെസൽ ഉള്ളൊരു മോഡലാണ്. സോ കുറച്ചും കൂടെ നാരോ മെസൽസ് ആവാമായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ CMFന്. ബട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ശരിക്കും ക്ലോസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇച്ചിരി കൂടെ വലിയ വെസൽസ് എനിക്ക് തോന്നുന്നു CMFന്റെ ആണെന്നോളൂ ഫയർബോൾട്ടിനെക്കാരും. ആൻഡ് നെക്സ്റ്റ് തിങ് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിന്റെ കളർ ഉണ്ടല്ലോ, ഈ വൈറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് ആണ് നമ്മുടെ CMF. പക്ഷേ ഇത് ഇച്ചിരി ഡള്ള് വൈറ്റ് ആണ്. നമ്മൾ ആ ഒരു കണ്ടതാണ് ഇച്ചിരി ഒരു എന്താ ഒരു LCD വേഴ്സസ് AMOLED എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫറൻസ് ഇല്ലെങ്കിൽ എന്നാലും ഒരു ചെറിയൊരു ഡൾനെസ് ഫീൽ ചെയ്യും. ഒറ്റയടി നോക്കിയാൽ തന്നെ അറിയാം ഉണ്ടോ, കുറച്ചൊരു ഡൾനെസ് ഫീൽ ചെയ്യേണ്ട ആ ഒരു ലൈറ്റിന്റെ ഡിഫറൻസ്. സോ ഒബ്വിയസ്ലി കുറച്ചും കൂടെ നല്ലൊരു AMOLED ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ നമ്മുടെ CMF വാച്ചിൽ തന്നെ. ഇതിന്റെ ഹേർട്ട് റേറ്റ് സെൻസർ ആണ് കേട്ടോ. സോ ജസ്റ്റ് ഇതിന്റെ ഹേർട്ട് റേറ്റ് സെൻസർ ഇങ്ങനെയാണ്. ജസ്റ്റ് വൺ ടാപ്പ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ സ്കാൻ തുടങ്ങും. പക്ഷേ ഇതിന്റെ ഹേർട്ട് റേറ്റ് സെൻസർ നോക്കിയോ, ജസ്റ്റ് ഇതിപ്പോൾ സ്കാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, ഹേർട്ട് റേറ്റ് സെൻസർ എടുത്തു, ഡൈനാമിക് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൈനാമിക് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിന്റെ ഏറ്റവും ലോവസ്റ്റ് എത്ര വന്നത്, ഏറ്റവും ഹൈ എത്ര വന്നതെന്നൊക്കെ നമുക്ക് അവിടെ മേളിൽ നോക്കി അറിയാൻ പറ്റും കേട്ടോ. നോക്കിയറിയാം 52 ആണ് ഏറ്റവും കുറവ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് 91 ആണ് ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത്. ആൻഡ് മീൻ വെൽ നമുക്ക് ഇതൊന്ന് 79 തന്നു. ആൻഡ് മീൻ വെൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നോക്കാം. ഓക്കെ, ഹെയർട്ട് റേറ്റ് കണ്ടോ 78, ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ, അല്ലെങ്കിൽ ഐഡന്റിക്കൽ എന്ന് തന്നെ പറയാം, സെയിം ടു സെയിം എന്ന് പറയാം. രണ്ടിന്റെയും 79, 78 കണ്ടോ ഇപ്പോഴത്തെ കറണ്ട് വന്നിരിക്കുന്നത്. ആൻഡ് ടോപ്പും ലോയും ഒക്കെ സോ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനലറ്റിക്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ആ ഇന്റർഫേസ് ആയി തന്നെ അറിയാം കുറച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള അനലറ്റിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ അവിടെ ഏത് ലൊക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ ടൈം വന്നിരിക്കുന്നത് കണ്ടോ, 50 to 100 ഇടയ്ക്കാണ്. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ റെസ്റ്റിംഗ് റേഞ്ച് അങ്ങനെ ഇങ്ങനെ താഴ്ത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ താഴെയായിട്ട് നമുക്ക് എൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ടോ ആ ഒരു റേഞ്ചിലൊക്കെ കുറച്ചും കൂടെ അങ്ങനെ കുറച്ചൊരു ലൈറ്റ് എൻഹാൻസ്മെന്റ്. നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SpO2 ആണ് കേട്ടോ. ആൻഡ് മീൻ നമുക്ക് ഇതിൻ്റെയും ജസ്റ്റ് എടുക്കാം. SpO2 ബ്ലഡ് ഓക്സിജൻ ലെവൽസ് എടുത്തു. ആൻഡ് ഞാൻ ജസ്റ്റ് കൈ രണ്ടിന് ഐഡിയലായിട്ട് വയ്ക്കാം. മെഷർ ആൻഡ് മീൻ വൈൽ ഞാൻ നമ്മുടെ ഫയർബോൾട്ടിന്റെ SpO2 മെഷർ 99ഉം 90 ലെറ്റ് മീ ടേക്ക് ബ്ലഡ് ഓക്സിജൻ 97. ഓക്കെ, മൈനർ ഡിഫറൻസ് വന്നിട്ടുണ്ട് രണ്ടും തമ്മിൽ, ബട്ട് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനത്തെ പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ ബ്ലഡ് ഓക്സിജൻ ലെവൽസിനകത്തും കുറച്ച് അവരുടെ ആ ഒരു എക്സ്ട്രാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. വലിയൊരു ഡിഫറൻസ് ഇല്ല, ബട്ട് നമുക്ക് ആ യൂസ്ഫുൾ ആയിട്ടുള്ള കറക്റ്റ് ഇതിനകത്തും കിട്ടും. ഇച്ചിരി ഡീറ്റെയിൽ അത്രയും ഡീറ്റെയിൽഡ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അഡീഷണൽ എന്താണ് സ്ട്രെസ് മോണിറ്ററുകൾ അവൈലബിൾ ആണ് ഇതിനകത്ത്. സോ ജസ്റ്റ് ഇത് നോക്കിയാലോ സ്ട്രെസ് മോണിറ്റർ. നെക്സ്റ്റ് നമ്മുടെ ഫയർബോൾട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഞെക്കി വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മുടെ സ്പോർട്സ് മോഡ്, ദാറ്റ് മീൻസ് നമ്മൾ വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ് അങ്ങനത്തെ മൊത്തത്തിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബട്ടൺ ആണ് അത്. ആൻഡ് ദെൻ പ്ലസ് ചെയ്ത് ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി ആഡ് ചെയ്യാനുള്ള ഇഷ്ടം യാത്ര സ്പോർട്സിനകത്ത് പിന്നെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അവിടെ.
ആൻഡ് നമുക്ക് പ്ലസ് കൊടുത്തിട്ട് ഇഷ്ടം പോലെ ഓൾ സ്പോർട്സ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് മീൻ വൈൽ നമ്മുടെ CMF ഇച്ചിരി ഡിഫറൻസ് സെറ്റപ്പാണ്. എക്സസൈസ് എന്നൊരു മോഡാണ്. ആൻഡ് ഉണ്ടോ എക്സസൈസ്, ആൻഡ് ഇതിനകത്താണ് ഈ സാധനങ്ങൾ ഇറങ്ങണ്ടോ റണ്ണിങ്. സോ ജസ്റ്റ് ഓൺ ആക്കി, ആൻഡ് ഇതിനകത്ത് ഔട്ട്ഡോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഓൺ ആക്കി ടേൺ ഓൺ. ഓക്കെ ഓക്കെ നമ്മുടെ കറണ്ട് ഹെയർ റേറ്റ് രണ്ടിലും മെഷറിന്റെ ടൈം കാര്യങ്ങൾ മൊത്തം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇന്റർഫേസിനകത്ത് ബാക്കി കാര്യങ്ങൾ രണ്ടിനും സെയിം തന്നെയാണ്. ആൻഡ് ഉണ്ടോ നോക്കിയറിയാം എത്രത്തോളം കിലോമീറ്റർ ട്രാവൽ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടിനും സെയിം തന്നെ. ആൻഡ് നമുക്കിവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്ക് തന്നെ സ്പീഡൊക്കെ ലൈറ്റ് ആണോ, പിന്നെ നമുക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ആൻഡ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇന്റർഫേസിനകത്ത് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ ആ ഒരു ഡാർക്ക് ഗ്രേ മാറ്റർ ആണെങ്കിൽ കളർ ഷെയ്ഡ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവും, വേറെ കളർ ഷെയ്ഡിലും കാണാം. മീൻസ് ഇപ്പോൾ നൈറ്റോ ഡേ ആണെങ്കിൽ അതനുസരിച്ച് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ കുറച്ചിങ്ങനെ രീതിയിൽ UI ഒക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്തേക്കണ നമ്മുടെ വാട്ട് വി കോൾ CMF ആണ്. പിന്നെ ലുക്ക് ഒക്കെ ഉണ്ട്, ആ ഡോട്ട് ഡോട്ട് നത്തിങ്ങിന്റെ സ്റ്റൈൽ സെറ്റ് ചെയ്യണം, കാരണം കുറച്ചുകൂടെ കാണാനിതുണ്ട്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു ബേസിക് ലേഔട്ട് സെറ്റപ്പിലാണ് വന്നേക്കണ്ടോ. സോ ദാറ്റ്സ് ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചും കൂടി ഇതാണ്, ആ ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് രണ്ടിലുള്ളത്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഫോൺ കോൾ, AI വോയിസ്, വെതർ, സ്റ്റോപ്പ് വാച്ച്. ഇതിന് ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളത് കണ്ടോ. നമ്മുടെ വെതർ, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അലാറം. സോ സെയിം തന്നെ ഇവിടെ. ഓക്കെ, സ്റ്റോപ്പ് വാച്ച്, മ്യൂസിക്, അതിവിടെ ഉണ്ട് മ്യൂസിക്. ആൻഡ് ദെൻ നമുക്ക് ഷട്ടർ തരാൻ നമ്മുടെ ക്യാമറ കൺട്രോൾ എന്നുണ്ട് മോഡ്. ആൻഡ് ദെൻ നമ്മുടെ അലാറം അത് നമുക്ക് ഇവിടെ ഉണ്ട്, അലാം അതുണ്ട്. പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ, അത് ഡെഡിക്കേറ്റഡ് ഇതിനകത്ത് കണ്ടില്ല, ഡെഡിക്കേറ്റഡ് ഇവിടെ ഉണ്ടായിരുന്നു കാൽക്കുലേറ്റർ. പിന്നെ ടൈമർ. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസൈസ് റെക്കോർഡ്സ് ഉണ്ട്, വിമൻസ് ഹെൽത്ത് മോണിറ്റർ ഉണ്ട്. ആൻഡ് യെസ് ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമുക്ക് ഓൾമോസ്റ്റ് ഇത് കവർ ചെയ്യണേ. പിന്നെ നമ്മുടെ ഫൈൻ മൈ ഫോൺ, നമ്മുടെ ഫോൺ എവിടെയാണ് ഇപ്പോൾ മീൻസ് ഫോൺ കണക്റ്റഡ് ആണ്, പക്ഷേ ഫൈൻ മൈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് ഫോണിന് റിംഗ് ചെയ്യണ ഫീച്ചർ, അത് രണ്ടിനും അവൈലബിൾ ആണ്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബിൽട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഒറ്റയടിക്ക് കാണുമ്പോൾ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യണത് നമ്മുടെ CMF-നാണ് കേട്ടോ. നമ്മുടെ ഇത് ഒരു അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല, ബട്ട് അറ്റ് എ ഗ്ലാൻസ് നോക്കി കഴിഞ്ഞാൽ ബട്ട് പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. ഇതൊരു അൾട്രയുടെ ലുക്കിലാണ് നമ്മുടെ സൂപ്പർനോവ. പിന്നെ കുറച്ച് ക്വാളിറ്റിയുള്ള സ്റ്റാഫ് കേട്ടോ, അത്യാവശ്യം ക്വാളിറ്റിയാണ്. മീൻസ് ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സാംസങ്ങിന്റെ വാച്ച് എന്ന് വെച്ചാൽ കിഡിലും ക്വാളിറ്റി, മീൻസ് അത്രയ്ക്ക് പ്രൈസിങ് ഉള്ള ഒരു മോഡലാണ്. ബട്ട് സ്റ്റിൽ ഇത് കമ്പാരിറ്റീവ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു പ്രൈസിന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സ്ട്രാപ്പ് ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സെറ്റപ്പും വരുന്നത് മീൻസ് നമ്മുടെ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിയിട്ടാണ് മീൻസ് ആ ഒരു സ്ട്രാപ്പ് പുറമെ അത്യാവശ്യം ക്ലീൻ ലുക്കാണ്. വേഴ്സസ് ഇത് വേണ്ട ഇങ്ങനത്തെ ഒരു ബക്കിൾ ടൈപ്പ് ലുക്ക് പുറത്തോട്ട് കാണിക്കും, പക്ഷേ ഇത് ഇച്ചിരി ഒരു ക്ലീൻ ആൻഡ് നീറ്റ് സെറ്റപ്പാണ് നമ്മൾ ഒറ്റയടിക്ക് ലുക്കിൽ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടിൻ്റെയും ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് ലുക്ക് വരുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 വാച്ച് ഫേസ് ആണ് ഇതിനകത്ത്. നോക്കിയോ 1 2 3 4 ജസ്റ്റ് 4 വാച്ച് ഫേസേ ഉള്ളൂ. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ വാച്ച് ഫേസ് സെറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് ഈവൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ്, അങ്ങനത്തെ പ്രത്യേകിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്തില്ല, ജസ്റ്റ് ഒരു ബേസിക് സെറ്റപ്പ്. പക്ഷേ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്കകത്ത് കുറച്ചും കൂടെ ഉണ്ട്. ഈവൻ 1 2 3 4 5 6 7 8 വാച്ച് ഫേസിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ലോക്ക് ആക്കി കണ്ടോ, ഇതാണ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇതിന് കുറച്ചും കൂടെ സ്റ്റൈൽസ് 8 ഉണ്ട് ഓൺ സ്ക്രീൻ. ആൻഡ് ഉണ്ടോ ഇവിടെ 2 ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഡിജിറ്റൽ ക്ലോക്കും അനലോഗ് ക്ലോക്കും, അത് ജസ്റ്റ് 2 വേഴ്സസ്. സോ രണ്ടും 2 രീതിയിലാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിപ്പോ ലോക്ക് ചെയ്യണം, സോറി ഇത് ലോക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണണം കേട്ടോ. ഇതാണ് ഇതിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വേഴ്സസ് ഇതിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. കയ്യിൽ കെട്ടിയാലോ ഡിറ്റക്ട് സ്മാർട്ട് എനേബിൾ ഒരു മൂവ് ആണ് കണ്ടോ. ഇതാണ് ഓൾവേസ് ഓൺ. സോ ഇത് കുറച്ചും കൂടെ സ്റ്റൈൽസ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കുറച്ചും കൂടെ സ്റ്റൈൽസ് ഉള്ളത് നമ്മുടെ CMF-നും, നമ്മുടെ നോർമൽ വാച്ച് ഫേസ് കുറച്ചും കൂടെ സ്റ്റൈൽ ഉള്ളത് ഓപ്ഷൻസ് ഉള്ളത് നമ്മുടെ ഫയർബോൾട്ടും ആണ്. ഇപ്പം നോർമലായിട്ട് ഒരു 2000 രൂപയുടെ സ്മാർട്ട് വാച്ചും വേഴ്സസ് 4000 രൂപയുടെ ഒരു വാച്ച് ആയിട്ടുള്ള മെയിൻ ആയിട്ട് ഡിഫറൻസ്, ഫസ്റ്റ് ഡിഫറൻസ് കുറച്ചും കൂടെ നല്ലൊരു UI, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള UI ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെ ഒരു UI ആണ് നമ്മുടെ CMF-ൽ വരുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും കുറച്ചും കൂടെ കാണാൻ രസമുള്ള ഡിസ്പ്ലേ ആണ് നമ്മുടെ ഇതിന് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വാട്ട് യു കോൾ സ്ട്രാപ്പ് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് കമ്പയർ വിത്ത് ദിസ് ഗൈ. ഓക്കെ, സോ ഈ ഇത്ര ഒരു 3 ഫാക്ടറാണ് എനിക്ക് മെയിൻ ആയിട്ട് ഡിഫറൻസ് ഉള്ളൂ. ബട്ട് അത് ഇതിൻ്റെ ഒരു പ്രൈസിങ് ഒരു അഗ്രസീവ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് വെച്ചാൽ ഒരു 3 to 3.5 ഒക്കെയാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി പിക്ക് ദിസ് CMF. Else you can go with any Firebolt or so nice smartwatches at 2K. So guys, that's it today. Signing off. It's Phone Mania.